അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രാമത്താണ് കേട്ടോ, കൊല്ലം ആശ്രാമം. അപ്പം ഇവിടെ സർക്കസും അങ്ങനെ ഫെസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുട്ടികൾക്ക് സർക്കസും ഒക്കെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫെസ്റ്റിലോട്ട് കയറി കേട്ടോ. അപ്പം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ, ഭയങ്കര രസമായിരുന്നേ. അപ്പോൾ നമ്മൾ പോയ സമയം 7:30 ആയിരുന്നു കേട്ടോ. 7:30 ആയപ്പോഴത്തേക്ക് ഇവർ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. അത് ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേളിൽ നിന്ന് ആ വെള്ളം വരുന്നതാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമുക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് 199 രൂപ കേട്ടോ. 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ 5-ഉം 10-നും ഇടയ്ക്കുള്ള വയസ്സുള്ള കുട്ടികൾക്കൊക്കെ 100 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ കുട്ടികളെയൊക്കെ ജസ്റ്റ് ഒന്ന് കാലൊന്ന് നനപ്പിക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റാണ് കേട്ടോ. കാരണം ഈ ഒരു സംഭവം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഫെസ്റ്റിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്ക് പലതരം ലൈറ്റുകളൊക്കെ ഇട്ട് നമ്മളെ പാട്ടൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസിലാട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. സൂപ്പറായിരുന്നു. അപ്പം പറയാം, നമ്മളുടെ ഈ ഒരു പൈസയ്ക്ക് അധികം ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നിയത് നമുക്ക് 200 രൂപ കൊടുത്ത് നമ്മളൊരാൾ കയറുവാണെങ്കിൽ ഒരുപാട് കാണാനൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇത് സീനറി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അകത്തോട്ട് കയറിയത്. അപ്പോൾ പിന്നെയും കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കരച്ചിലാണ് കേട്ടോ. അപ്പം അടിപൊളി കേട്ടോ, ലൈറ്റൊക്കെ മേടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടിപൊളി വൈബ് തന്നെയായിരുന്നു നമ്മൾ എൻട്രൻസിൽ വെക്കുന്നത്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഫീൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും വന്ന് നോക്കുക കേട്ടോ. നമ്മളങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ലവ് ബേർഡ്സാണ് കേട്ടോ. കിളികളുടെ ഒരു മേള തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടെയൊക്കെ ഇങ്ങനെ പറന്നൊക്കെ നടക്കും കേട്ടോ. അടിപൊളി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന രസമുള്ള കാര്യം തന്നെ ആയിരുന്നു. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ വരുന്നത് ഈ ഒരു സ്നേക്ക് കേട്ടോ, പാമ്പ്. ഓക്കെ, പാമ്പിനെയൊക്കെ നമ്മൾ തോളത്തൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഓണ്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇട്ട് തോളത്തിട്ട് ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പം വേറൊരു ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സംഭവം എല്ലാവർക്കും ഭയങ്കര രസമായിരുന്നേ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓന്നുണ്ടായിരുന്നു കേട്ടോ. ഓന്നും അതുണ്ടെങ്കിൽ തത്തയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അതെ ഈ ഒരു സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ തോന്നുന്ന അടിപൊളി ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. അത് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വലിയ വണ്ടുകളൊക്കെ കണക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സൂപ്പറായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ബട്ടർഫ്ലൈയും അതൊക്കെ ഇങ്ങനെ അനങ്ങുന്ന കണക്കൊക്കെ തോന്നും കേട്ടോ. കൊച്ചുള്ളതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു നമ്മൾ. പിന്നെ ഒരുപാട് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന കുറേ ഫാൻസി ഐറ്റംസും പിന്നെ ഷോപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈ കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഇതാട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു മീനാണ് കേട്ടോ. മീനിനകത്ത് ഇങ്ങനെ നമ്മളെ മത്സ്യകന്യകയൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ ഫെസ്റ്റിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് എനിക്ക് പുതുമയായിട്ട് തോന്നിയില്ല, കാരണം നമ്മൾ നേരത്തെ ഫെസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പം ഇത് സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. പിന്നെ വരുന്ന കുറേ കടകളാണ് കേട്ടോ. അപ്പം എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് മാളുകൾ അവിടെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ഒരുപാട് കടകളിലേക്കാണ് കേട്ടോ. പിന്നെ വരുന്ന മൊത്തം ആളുകളാണ്. ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പറ്റി. നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടം സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അയക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പം പോവാത്തത് തീർച്ചയായും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. താങ്ക് യു.